السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وما كنا لنهتدي لولا أن هدانا الله. وأفضل الصلاة وأتم السلام على سيدنا محمد أفضل رسل الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെക്കപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്നത് പല രൂപങ്ങളിലായിട്ടാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ അതൊരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ജന്മം, നബിദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ള കണ്ടന്റ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുക, അവിടുത്തെ മദ്ഹുകൾ പാടുക, പറയുക എന്നുള്ളതാണ്. ഈ വിഷയം അള്ളാഹു ചെയ്തിട്ടുണ്ടോ, റസൂൽ ചെയ്തിട്ടുണ്ടോ, റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഒന്ന് നമുക്കൊന്ന് ചെറിയ തോതിൽ പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ കലാമായ ഖുർആനിൽ തന്നെ എത്രയോ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾ ദിവസേന പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ അവരെ മദ്ഹ് ഇങ്ങനെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഖുർആനിലൂടെ. അതുപോലെ മറ്റ് അമ്പിയാക്കളുടെ മദ്ഹുകളും എല്ലാം നിറഞ്ഞതാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതിൽപ്പെട്ട ഒരു വാക്യമാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തങ്ങൾ മഹത്തായ സ്വഭാവത്തിൻ്റെ, തീർച്ചയായും തങ്ങൾ മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ്. അവിടുത്തെ സ്വഭാവത്തെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞത്. അതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിനാകെ റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന ആയത്തുകളൊക്കെ അതിന് സാമ്പിൾ മാത്രമാണ്. അങ്ങനെ എത്രയോ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് റസൂലുള്ള മദ്ഹ് ചെയ്തിട്ടുണ്ടോ, സഹാബത്ത് മദ്ഹ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകൾ പറഞ്ഞതായിട്ട് കാണാൻ, ഞങ്ങൾ കുറച്ച് ആളുകൾ പള്ളിയിലിങ്ങനെ ഇരിക്കുകയാണ്. പള്ളിയിലിരുന്നിട്ട് സഹാബത്തിൽപ്പെട്ടവർ ചില ആൾ പറയുന്നു, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹിമ ഖലീല, തീർച്ചയായും അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവൻ്റെ ആത്മസുഹൃത്താക്കി എന്നൊരാൾ പറഞ്ഞു. അപ്പം മറ്റൊരാൾ പറഞ്ഞു, മൂസ കല്ലമഹു തക്ലീമ, മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല നേരിട്ട് സംസാരിച്ചു. വഖാല ആഖർ, വേറെ ആൾ പറഞ്ഞത് ഫഈസ കലിമത്തുല്ലാഹി വറൂഹു, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ കലിമത്തും അള്ളാഹിൻ്റെ ആത്മാവുമാണ്, ഒരു പ്രത്യേക രീതിയിൽ ജന്മം നൽകപ്പെട്ട വ്യക്തിയാണ്. വഖാല ആഖർ ആദം മുസ്തഫാഹുല്ലാഹ്, വേറൊരാൾ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാം അല്ലാഹു തആല തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എന്ന്. ഇങ്ങനെ ഓരോ നബിമാരുടെ
മദ്ഹാണ് സഹാബത്തിൽപ്പെട്ടവരിങ്ങനെ പറഞ്ഞത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖദ് സമഅതു കലാമക്കും വഅജബക്കും, നിങ്ങളുടെ സംസാരവും നിങ്ങൾ അത്ഭുതപ്പെടുന്നതൊക്കെ ഞാൻ കേട്ടു. ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇബ്രാഹിം നബി അള്ളാഹിൻ്റെ ഖലീലാണ്. വഹുവ കദാലിക് വമൂസാ നബിയുല്ലാഹ് വഹുവ കദാലിക് വഈസാ റൂഹുഹു വകലിമത്തുഹു വഹുവ കദാലിക് വആദം മുസ്തഫാഹുല്ലാഹ്. അതെല്ലാം അങ്ങനത്തെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവിടുന്ന് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറയുകയാണ്. അലാ വഅന ഹബീബുല്ലാഹി വലാ ഫഖർ, അറിയണം ഞാൻ അള്ളാഹിൻ്റെ ഹബീബാണ്. വലാ ഫഖർ, അതിനും വലിയ അഭിമാനം വേറില്ല. വാന ഹാമിലുൻ ലിവാൽ ഹംദി യൗമൽ ഖിയാമ, ലിവാഉൽ ഹംദ് വഹിക്കുന്ന ആളാണ് ഞാൻ ഖിയാമത്തിനാളിൽ. ആ ലിവാൻ്റെ ആ പതാകയുടെ കീഴിലായിരിക്കും ആദമു അമന്തൂന, ആദം നബി അലൈഹി സ്വലാമും മറ്റുള്ള എല്ലാവരും ആ കൊടിക്കീഴിലായിരിക്കും. വലാ ഫഖറ, അതിനും വലിയ അഭിമാനമില്ല. വഅന അവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ യൗമൽ ഖിയാമ, ആദ്യമായി ശുപാർശകനായി എത്തുന്നത് ഞാനാണ്. എൻ്റെ ഷഫാഅത്താണ് ആദ്യമായി ഖിയാമത്തിനാളിൽ സ്വീകരിക്കപ്പെടുന്നത്. വലാ ഫഖറ, അതിനും വലിയ അഭിമാനം വേറെയില്ല. വഅന അവ്വലു മൻ യുഹർരിഖു ഹലഖൽ ജന്ന, ആദ്യമായി സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ വട്ടക്കണ്ണി കുലുക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ അല്ലാഹു തആല എനിക്കത് തുറന്നു വരും. ആദ്യമായി സ്വർഗം തുറക്കപ്പെടുന്ന എനിക്കാണ്. എന്നിട്ട് ഞാൻ ആ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല എന്നെ കടത്തും. വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, എൻ്റെ കൂടെ സാധുക്കളായ മുഅ്മിനീങ്ങൾ കൂടെ ഉണ്ടാകും. വലാ ഫഖറ, അതിനും വലിയ അഭിമാനം വേറെയില്ല. വഅന അക്രമുൽ അവ്വലീന വൽ ആഖിരീന അലല്ലാഹ്, മുൻഗാമികളും പിൻഗാമികളും ആരൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ടോ അവരൊക്കെ അതിനേക്കാളൊക്കെ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി ഞാൻ തന്നെയാണ് അള്ളാഹുവിൻ്റെ മേലിൽ. വലാ ഫഖറ, അതിലും വലിയ അഭിമാനമില്ല. ഈ ഹദീസ് ഇമാം തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ഈ ഹദീസിൽ എന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? പള്ളിയിലിരുന്ന് സഹാബത്ത് മറ്റുള്ള അമ്പിയാക്കൾ മദ്ഹ് ചെയ്യുന്നു, അവരെ പുകഴ്ത്തി പറയുന്നു. അത് കേട്ട് വന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്, അല്ലാഹുവിൻ റസൂലും പ്രേരിപ്പിച്ച കാര്യമാണ്, നിർദ്ദേശിച്ച കാര്യമാണ്, അവരൊക്കെ തൃപ്തിപ്പെടുന്ന കാര്യമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദി ഒരുക്കി കൊടുക്കുകയാണ് നബിയെ മദ്ഹ് ചെയ്യാൻ വേണ്ടി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ മിംബറ വെച്ച് കൊടുക്കും ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിന്. എന്നിട്ട് ഹസ്സാൻ റളിയല്ലാഹു അൻഹു ആ മിംബറമേൽ കയറി യുഫാഖിറു അൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹിൻ്റെ പവറുകൾ പറയും, റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് പറയും, റസൂലുള്ളാഹിൻ്റെ വിരോധികൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് പറയുന്നത്, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാൻ ബിറൂഹിൽ ഖുദ്സി, പരിശുദ്ധാത്മാവിനെ കൊണ്ട് തീർച്ചയായും അല്ലാഹു തആല ഹസ്സാൻ എന്നവർക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാനാഫഹ ഔ ഫാഖറ അൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനവും പവറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം പരിശുദ്ധാത്മാവിനെ കൊണ്ട് അല്ലാഹു തആല ഹസ്സാൻ എന്നവർക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം പള്ളിയിൽ വെച്ച്
മധു പറയാൻ, സ്തുതി കീർത്തനങ്ങൾ പറയാൻ വേദി ഒരുക്കി കൊടുത്തു റസൂലുള്ള എന്ന് മാത്രമല്ല, ആ വേദിയിൽ വെച്ച് ഹസ്സാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടിയപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു, അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതിലും വേറെ ഇനി തെളിവെന്താ ആവശ്യം? അപ്പം അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുക എന്നുള്ളത്. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലിപ്പിൽ കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹ അമലായി റബ്ബ് കബൂൽ ചെയ്യട്ടെ. റഹ്മാനെ റബ്ബെ, നിൻ്റെ ഹബീബിനെ വാഴ്ത്തി പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏത് സമയത്തും അവിടുത്തെ മദഹിലായും അവിടുത്തെ സലാത്തിലായിട്ടും ഞങ്ങളുടെ നാവിനെ നീ ചലിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാൻ റബ്ബെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ, മറ്റ് ബന്ധുമിത്രാദികൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ. അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവർ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റഹ്മാൻ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, ഉംറ ഉദ്ദേശിച്ച് പോകുന്നവരുണ്ട് റബ്ബെ, അവരെ ഉംറകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ ദുആയിലൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തും കൊടുക്കണേ അല്ലാഹ്. ഗൾഫ് മേഖലയിൽ നിന്ന് യുദ്ധഭീഷണി ഉയർത്തിക്കളയണേ അല്ലാഹ്. സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.